വി.ഡി. സതീശനും കെ സുധാകരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അത് രമ്യമായി പരിഹരിക്കാൻ പല രീതിയിലുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ KPCCയുടെ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നു. സണ്ണി ജോസഫാണ് അധ്യക്ഷൻ. കെ സുധാകരൻ്റെ നിർദ്ദേശം സണ്ണി ജോസഫിന് നറുക്ക് വീഴുന്നതിന് ഒരു കാരണമായതായി പലരും പറയുന്നുണ്ട്. എന്നാൽ വി.ഡി. സതീശൻ ഒരു ഈഴവ വിരോധി എന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊരു പരമനാറിയെ കണ്ടിട്ടില്ല എന്നൊരു വാക്ക് കൂടി അതേ ഉപയോഗിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഇത്രമേൽ ഈഴവരോട് എന്തുകൊണ്ട് വെറുപ്പും വിരോധവും വെച്ച് പുലർത്തുന്നു? കെ സുധാകരനെ പോലൊരു വ്യക്തി, അതേ ഈഴവ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പുകച്ച് പുറത്തി അടിക്കാൻ വി.ഡി. സതീശൻ ചെറിയ കളികളൊന്നും അല്ല കളിച്ചത് എന്നാണ് പറയുന്നത്. ഏതായാലും വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുത്തിരിക്കുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ രീതിയിലുള്ള ആദർശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിന് വിപരീതമായി, നമുക്കറിയാം മദ്യം വിഷമാണ്, അത് വിൽക്കരുത്, വാങ്ങരുത് എന്നുള്ള ഒരുപാട് സന്ദേശങ്ങൾ പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്ത് SNDP യോഗത്തിൻ്റെ തലതൊട്ടപ്പനായി ഇരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, കുമാരനാശാനെ പോലുള്ള മഹത് വ്യക്തികൾ അലങ്കരിച്ച കസേരയിൽ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് കുമാരനാശാനേക്കാൾ കാലം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ സ്തുതി പാടാൻ ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എന്നുള്ളതും എന്താണ് എന്നുള്ളതും VS അച്യുതാനന്ദൻ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മോൻ ക്യാബിനറ്റ് റാങ്ക് നേടിയെടുക്കാൻ വേണ്ടി തെക്കുവടക്ക് നടക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ നിരവധിയായ ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള മൈക്രോ തട്ടിപ്പ് ഫിനാൻസിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ താൻ അധികാരത്തിൽ വീണ്ടും എത്തുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ ജയിലിലടയ്ക്കും എന്ന രീതിയിലുള്ള പരാമർശം 2016 തെരഞ്ഞെടുപ്പ് വേദിയിൽ കൃത്യമായി VS അച്യുതാനന്ദൻ പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് 92 വയസ്സാണ്. അദ്ദേഹത്തിനെതിരെ പല രീതിയിൽ ഒളിയം പെയ്യാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴിതാ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ മറുപടിയായി പറഞ്ഞിരിക്കുന്നു. ഇയാളെ ഏത് ജാതിയിലുള്ളവരാണ് സ്നേഹിക്കുന്നത്? പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം പരാമർശം ഉൾപ്പെടെ കാര്യങ്ങൾ നടത്തിയപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ വാക്കുകൾ തന്നെ എടുത്തു പറയണം. ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓരോ കോളേജുകളിലും ഡൊണേഷനായി ഈഴവരിൽ നിന്ന് തന്നെ കൈപ്പറ്റുന്ന തുക എത്രയാണെന്ന് വല്ല വിവരമുണ്ടോ? 1-1.5 കോടി രൂപ കൈക്കൂലി മേടിച്ചല്ലേ ഓരോ കോളേജ് ലെക്ചർമാരെയും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്? അവർക്ക് ഗവൺമെൻറ്റല്ലേ ശമ്പളം കൊടുക്കുന്നത്? എയ്ഡഡ് കോളേജുകളിലൂടെ എത്ര ശതകോടികളാണ് വെള്ളാപ്പള്ളിയും കുടുംബവും ഉണ്ടാക്കിയിരിക്കുന്നത്? വെള്ളാപ്പള്ളിയും മകനും അതുപോലെ തന്നെ ഭാര്യയും കൂടെ ചേർന്ന് നടത്തുന്ന തട്ടിപ്പ് സഹകരണ സംഘമായി SNDP തരം താഴ്ത്തിയില്ലേ? ആ പരിപാവനമായ പവിത്രമായ ഗുരുദേവൻ സ്ഥാപിച്ച ആ മഹാപ്രസ്ഥാനത്തെ ഇന്ന് 4 കാശിന് മുഴുവൻ തൂക്കി വിൽക്കാൻ ശ്രമിക്കുന്ന ആളല്ലേ വെള്ളാപ്പള്ളി? ഇയാളാണോ ഈഴവ സ്നേഹം പറയുന്നത് എന്ന് കൃത്യമായി സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ സതീശന്റെ നടപടിക്രമങ്ങളെ കുറ്റം പറയാൻ ആരാണ്? നടേശനെ പോലെ ഒരു ഈഴവ വിരോധി ആരെങ്കിലും കണ്ടിട്ടുണ്ട്? സ്വന്തം സമുദായത്തിൽ നമുക്കറിയാം, KK മഹേശന്റെ മരണസമയത്ത് അദ്ദേഹം ചില കുറിപ്പുകൾ എഴുതിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. കൃത്യമായി ചില കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞാണ് മഹേശന്റെ ദുരൂഹ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുമാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ചയാവുകയാണ്.